വീര്യമുള്ള മദ്യത്തെ പോലെ ആരോഗ്യത്തെ കൂടുതൽ ഹാനികരമായി ബാധിക്കുമെന്നും കാണുന്നില്ല. ടൂറിസം, IT മേഖലകളിൽ ഉണർവുണ്ടാക്കുന്നതിനും സഹായകരമാണ്. സർ, ഈ നോട്ട് 4-ലെ ഖണ്ഡിക 4 കാണുക. ഇതിൽ പറയാണ്, ബക്കാടി ഇന്ത്യ, STF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞത് പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി അവതരിപ്പിക്കുക. നോട്ട് 47, അന്നത്തെ മന്ത്രി MV ഗോവിന്ദൻ ചട്ട ഭേദഗതിയുടെ കരട് അംഗീകരിച്ചു. 25/7/2022 നോട്ട് 63, നോട്ട് 70 കരട് ചട്ട ഭേദഗതി സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് നൽകാനുള്ള അംഗീകാരം MV ഗോവിന്ദൻ മന്ത്രിയായിരിക്കുമ്പോൾ നൽകി. ചട്ടം രൂപീകരിക്കേണ്ട സാഹചര്യം വിശദീകരിക്കുന്ന കുറിപ്പ് ആരുടെയാണ്? MV ഗോവിന്ദന്റെ കുറിപ്പ്. സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ച കുറിപ്പ് ഞാൻ വായിക്കാം. അങ്ങ് ഉണ്ടായിരുന്നു അതിൽ കമ്മിറ്റിയിൽ. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി കുറച്ചു കൊണ്ടുവരുന്നതിന് ഇപ്പൊ ഞാൻ ഇത് കൊണ്ടുവന്നപ്പോ മദ്യവ്യാപനം ഉണ്ടാവും പറഞ്ഞ ആളുകളാ. ഇതിൽ എഴുതിയിരിക്കുകയാണ്, സബ്ജക്ട് കമ്മിറ്റിയുടെ നോട്ടിൽ എഴുതിയിരിക്കുകയാണ്, സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി കുറച്ചു കൊണ്ടുവരുന്നതിന് മദ്യവർജനത്തിൽ ഊന്നിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത്. മദ്യനിരോധനം പ്രായോഗികമായി വിജയകരമായി നടപ്പാക്കാൻ കഴിയില്ലെന്ന് അനുഭവങ്ങളുടെ ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യവർജനം എന്ന ആശയം കൈക്കൊണ്ടത്. സംസ്ഥാനത്ത് മദ്യനിരോധനം നടപ്പാക്കുന്നത് സംബന്ധിച്ച പഠനം നടത്തിയ ഉദയഭാനു കമ്മീഷൻ വീര്യം കൂടിയ മദ്യം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. സംസ്ഥാനത്ത് നിലവിൽ വിൽക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വീര്യം 42.86%. ഇതോടൊപ്പം തന്നെ 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കിയാൽ വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. 2022-23 മദ്യനയത്തിൽ, ഇവരുടെ തന്നെ മദ്യനയത്തിൽ, പഴയ ഗവൺമെന്റിന്റെ 20% വരെയുള്ള വീര്യം കുറഞ്ഞ മദ്യം വിപണനം നടത്തുന്നതിന് അനുമതി നൽകുന്നതിനുള്ള തീരുമാനം എടുത്തിരുന്നു. അതിന്റെ ഭാഗമായി 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യവിൽപ്പന നടത്തുന്നതിന് അനുമതി നൽകുന്നതിനായി വിദേശ മദ്യ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള കരട് ചട്ടം തയ്യാറാക്കിയിരുന്നു. പ്രസ്തുത കരട് ചട്ടം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് സമർപ്പിക്കുന്നു. സാർ, ഇത് വെച്ചിട്ട് ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഓരോ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ബിയറിനൊരു കാറ്റഗറി ഉണ്ട്, വൈനിനൊരു കാറ്റഗറി ഉണ്ട്, 400 രൂപയ്ക്ക് കൂടുതലുള്ള മദ്യത്തിന് ഒരു കാറ്റഗറി ഉണ്ട്, അതിന് താഴെയുള്ള മദ്യത്തിന് ഓരോ കാറ്റഗറി ഉണ്ട്. ഈ ഓരോ കാറ്റഗറിക്കും ടാക്സ് ഉണ്ട്, ഓരോ കാറ്റഗറിക്കും. അത് ടാക്സസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ വരുമ്പോൾ ഇങ്ങനെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഈ കാറ്റഗറിക്ക് ഒരു ടാക്സ് കൊടുക്കണം. ആ ടാക്സ് ആണ് ഈ ബജറ്റിലൂടെ ഗവൺമെന്റ് ചെയ്തത്. അത് അവരെല്ലാം ആവശ്യപ്പെട്ടിരുന്നത് ഫയലുകളിൽ ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള നികുതി വേണമെന്നാണ്. നമ്മളത് ചെയ്തില്ല. 0.5 തൊട്ട് 10 വരെയുള്ളതിന് ബിയറിനേക്കാൾ വൈനിനേക്കാൾ ഉയർന്ന ടാക്സ് ഈടാക്കി 120%. എന്നിട്ട് 10% മുതൽ 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതിന് 175%. ഞങ്ങളത് പരിശോധിച്ച് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഏറ്റവും ഉയർന്ന റേറ്റ് ആണ് കേരളത്തിൽ. ഏറ്റവും ഉയർന്ന റേറ്റ് കേരളത്തിൽ. പിന്നെ കർണാടക ഗവൺമെന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി. ആ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തി ഗവൺമെന്റ് അത് നടപ്പാക്കി. അതിൽ അവർ WHO കോട്ട് ചെയ്തു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. സർ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വലിയൊരു ഡോക്യുമെന്റാണ്. ആ വലിയ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ മദ്യ ഉപഭോഗത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഹാർഡ് ലിക്കർ ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയാണ്. ലിവറിനുണ്ടാകുന്ന അസുഖങ്ങൾ, കാർഡിയോ വാസ്കുലർ ഡിസീസ്, ഒരുപാട് രോഗങ്ങൾ. എന്നിട്ട് അവര് പറയുന്നത്, അവരുടെ സ്ട്രാറ്റജി, അവരെല്ലാ മദ്യനിർമ്മാണ കമ്പനികളോടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയാണ്, നിങ്ങൾ ഹാർഡ് ലിക്കർ അത് കുറച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രൊഡക്ഷൻ മുഴുവൻ ആൽക്കഹോളിക് കണ്ടന്റ് കുറവായ മദ്യത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ലോകം രോഗാതുരമാവും, അപകടമാണ് എന്ന് പറയാണ്. ആ WHO റിപ്പോർട്ട്, ഗ്ലോബൽ സ്ട്രാറ്റജി, അത് കോട്ട് ചെയ്തുകൊണ്ടാണ് കർണാടക ഗവൺമെന്റ് അത് ഉത്തരവിറക്കിയത്. അതിനുശേഷം അവര് മുഴുവൻ ടാക്സ് റീസ്ട്രക്ചർ ചെയ്തു. ഒരു 3 മാസം മുമ്പ് സിദ്ധരാമയ്യ ഗവൺമെന്റ് വീര്യം കുറഞ്ഞ ആൽക്കഹോളിക് കണ്ടന്റ് കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ ടാക്സ്, അവര് ബിയറിന്റെ കുറച്ചു, വൈനിന്റെ കുറച്ചു, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കുറച്ചു, എന്നിട്ട് ഹാർഡ് ലിക്കറിന്റെ ടാക്സ് കൂട്ടി. ഇതൊരു ഇതാണ്. ഇപ്പൊ ഞാനിത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ടാക്സസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ഈ കാറ്റഗറിക്ക് ഞങ്ങൾ ടാക്സ് വെച്ചു.
പിന്നെ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് UDF സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് അത് തീരുമാനിക്കും. മദ്യനയത്തിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇല്ല, ഇനി വിൽക്കാം, അത് പ്രോത്സാഹിപ്പിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് കേരളവും കൂടി ചർച്ച ചെയ്യട്ടെ. എന്തിനാ UDF മാത്രം ചർച്ച ചെയ്തത്? കേരളം കൂടി ചർച്ച ചെയ്തിട്ട് ഇനി വേണം എന്ന് തീരുമാനിച്ചാൽ അപ്പോൾ ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് ഈടാക്കുന്ന ടാക്സ് ഇതായിരിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന അപ്പൊ തന്നെ ഇത് വിൽപ്പന വരും എന്ന് പറയുന്നതിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു 5 കൊല്ലക്കാലം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന്റെ വിൽപ്പന. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ആണ് മോണോപ്പൊളി. എന്തിന്റെ? ഹോൾസെയിൽ മോണോപ്പൊളിയാണ്. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ അല്ലാതെ കേരളത്തിൽ ഒരു ഏജൻസിക്കും ഇത് വിൽക്കാൻ പറ്റില്ല. അതായത് റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക്, ബിവറേജിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് പോകുന്ന ലിക്കറും ബാറുകളിലേക്ക്, സ്വകാര്യ ബാറുകളിലേക്ക് പോകുന്ന ലിക്കറും പർച്ചേസ് ചെയ്യുന്നത് എവിടെന്നാ? കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ബിവറേജ് കോർപ്പറേഷനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും തീരുമാനിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ UDF സർക്കാരിന്റെ തീരുമാനത്തിന്റെ UDFന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ഇത് വിൽക്കണ്ട എന്ന് തീരുമാനിച്ചാൽ KSBC സാധനം വാങ്ങൂല, ഇത് കൊടുക്കൂല, തീർന്നില്ല, ഇത്രയേ ഉള്ളൂ. അല്ലാതെ നിയമപരമായി ബാധ്യത വരും, അതുവരെ ഒന്നുമില്ല. വിൽക്കണ്ടെന്ന് തീരുമാനിച്ച വിൽക്കാം. നാളെ KSBC തീരുമാനിക്കുകയാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുകയാണ് ബിയർ വിൽക്കണ്ട കേരളത്തിൽ, അല്ലെങ്കിൽ വൈൻ വിൽക്കണ്ട കേരളത്തിൽ. വൈൻ വിൽക്കില്ല, പറ്റില്ല. വീട്ടിലാളുകൾ വൈൻ ഉണ്ടാക്കി വിൽക്കും. അപ്പോ അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ ചെയ്യില്ല. ഇത് വളരെ ലളിതമായ ഒരു വിഷയമാണ്. ഇത് ഊതിപ്പെരിപ്പിച്ച് ഇത് മുഴുവൻ ചെയ്ത ആളുകൾ ഈ ഗവൺമെന്റിന്റെയും ഈ ബജറ്റിന്റെയും ഗ്രേസ് കളയാൻ വേണ്ടി. പിന്നെ കുറെ ആളുകൾ കൂടി എന്റെ കൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, അത് കൂടിക്കോട്ടെ, അത് എപ്പോഴും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അതിലൊന്നും വഴങ്ങുന്ന സർക്കാരല്ല ഇത്. ഈ സർക്കാരിന് കൃത്യമായ പരിപാടിയുണ്ട്, കൃത്യമായ പദ്ധതിയുണ്ട്, കൃത്യമായ പ്ലാൻ ഉണ്ട്. അത് കൂടിയാലോചനകൾക്ക് ശേഷമുള്ള തീരുമാനമാണ്. ബജറ്റിലെ നികുതി നിർദ്ദേശം ആരുമായിട്ട് കൂടിയാലോചിക്കാൻ പറ്റില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടിയാലോചനകൾ മാത്രമേ നടത്തുള്ളൂ. അത് കഴിയുമ്പോഴാണ് ഏത് വിഷയവും അത് ആ കാര്യത്തിലുള്ള ഉറച്ച തീരുമാനമാണ്. ഈ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ടാക്സ് ഇപ്പോൾ നിൽക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഈ ബജറ്റിൽ 10 ലക്ഷം രൂപ വരെ സാധാരണക്കാരാണ് അത് വാങ്ങിക്കുന്നത്. വില വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 5% നിന്ന് 3% കുറച്ചു. 15 മുതൽ 20 ലക്ഷം വരെയുള്ളതിന് ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 8% നിന്ന് 5% കുറച്ചു. ഇതോടൊപ്പം ലക്ഷറി വാഹനങ്ങൾക്ക് 40 ലക്ഷം മീതെയുള്ള ലക്ഷറി വാഹനങ്ങൾ വാങ്ങിക്കുന്നവരുടെ ടാക്സ് 10 നിന്നും 15% അത് വർദ്ധിപ്പിച്ചു, റാഷണലൈസ് ചെയ്തു. അത് ഇപ്പൊ സാധാരണക്കാർക്ക് മേടിക്കാം. മറ്റ് നല്ല വരുമാനമുള്ളവരല്ലേ 40 ലക്ഷത്തിന് മീതെ മേടിക്കുന്നത്, അവര് കുറച്ച് ടാക്സ് കൊടുത്തോട്ടെ. അതിന്റെ ഇളവ് സാധാരണക്കാർക്ക് കിട്ടുന്ന രീതിയിലാണ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഇവിടെ ഫെയർ വാല്യൂ വർദ്ധിപ്പിക്കാം. കാരണം ഫെയർ വാല്യൂ 2010 കൊണ്ടുവന്ന സമയത്ത് എല്ലാ വർഷവും 10% വർദ്ധിപ്പിക്കണമെന്നാണ്. ഇപ്പൊ 3 കൊല്ലമായി ഫെയർ വാല്യൂ കൂട്ടിയിട്ട്. ആ ഫെയർ വാല്യൂ എന്തുകൊണ്ടാണ് കൂട്ടായിരുന്നത്? അത് പഠിച്ചു. ഫെയർ വാല്യൂ കൂട്ടിയ സർക്കാരിന് വരുമാനം കൂടും. പഠിച്ചപ്പോ എന്താ മനസ്സിലായത്? നാട്ടിൽ ഒരുപാട് പരാതികൾ നിൽക്കുന്നു. ഒന്ന്, അണ്ടർ വാല്യുവേഷൻ ഉണ്ട്. ചില സ്ഥലത്ത് വസ്തുവിന്റെ യഥാർത്ഥ വില രേഖപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥ വില മാർക്കറ്റ് വിലയേക്കാൾ വളരെ താഴ്ന്ന വിലയാണ്. ഒരുപാട് സ്ഥലത്ത് ഓവർ വാല്യുവേഷൻ ആണ്. അതായത് മാർക്കറ്റ് വില 2 ലക്ഷം രൂപയുള്ള സെന്റിന് 3 ലക്ഷം രൂപ ഫെയർ വാല്യൂയിൽ എഴുതി വെച്ചേക്കാം. അപ്പൊ വ്യാപകമായ പരാതികളുണ്ട്. ആ പരാതികൾ ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചു. ആ പരാതികൾ സമയബന്ധിതമായി ആ ഓവർ വാല്യുവേഷന്റെ അണ്ടർ വാല്യുവേഷന്റെയും പരാതികൾ പൂർത്തിയാക്കും. ആളുകളുടെ പ്രശ്നമാണ്. സ്ഥല വിൽപ്പന നടക്കുന്നില്ല, സെയിൽ നടക്കുന്നില്ല. 2 ലക്ഷം രൂപ വിലയുള്ള പ്രോപ്പർട്ടിക്ക് 3 ലക്ഷം രൂപ ഫെയർ വാല്യൂ വെച്ചാൽ അതിന്റെ വിൽപ്പന നടക്കും. അപ്പൊ ഇതൊന്നും ഇവര് പരിഹരിച്ചിട്ടില്ല. ഇവരുടെ കാലത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല. ആ രജിസ്ട്രേഷൻ കാര്യങ്ങളിൽ ചെയ്യണം. ഞങ്ങൾ വളരെ പെട്ടെന്ന് 2-3 മാസം കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കി ആ ഫെയർ വാല്യൂ അത് കറക്റ്റ് ചെയ്ത് അത് നമുക്ക് രജിസ്ട്രേഷൻ ഫീസിന്റെ കാര്യത്തിൽ നമുക്ക് അപ്പം ആലോചിക്കാം. അപ്പൊ സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കും, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടക്കും, ഭൂമി ഇടപാടുകൾ നടക്കും. അതും എക്കണോമിക് ആക്ടിവിറ്റി തീർച്ചയായിട്ടും സ്റ്റേറ്റിന്റെ വർദ്ധിപ്പിക്കും.